നമ്മളിങ്ങനെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ കയറി ഇറങ്ങണം. ലൈക്ക് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ചെല്ലാൻ. ഇതിൻ്റെ താഴെ കൂടെ മെട്രോയും മുകളിൽ കൂടെ റോഡും ആണ് പോകുന്നത്. നല്ല പെയിൻറ്റിംഗ് അല്ലേ? ഇവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത് മടുപ്പാണ്, ഭയങ്കര മടുപ്പാണ്. നമ്മൾ അക്കാഡമിക്സിലൂടെ നമുക്ക് വിചാരിക്കുന്ന പോലെ സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ നമ്മൾ വെറുത്തു പോകുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുക, ഭയങ്കര ഡിപ്രഷനാണ്, ആൻസൈറ്റിയാണ്, മര്യാദയ്ക്ക് നേരെ ചൊവ്വേ ഉറങ്ങാൻ പറ്റില്ല, ഒരു 5 മിനിറ്റ് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. എന്നെപ്പോലൊക്കെ ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാർക്ക് ഒട്ടും പറ്റില്ല. ചില സമയത്ത് കയ്യിൽ നിന്ന് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അനുഭവിച്ചാലേ പറ്റൂ. എനിക്ക് സംഭവിച്ചു പോയി. ലൈഫാണ്, മുമ്പോട്ട് പോകണം. ഇനി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്ന യാതൊരെത്തും പിടിയില്ല. ഓർത്താലൊരു അന്തവും ഇല്ല, ഓർത്തിട്ടൊരു കുന്തവും ഇല്ലെന്ന് പറയുന്ന അവസ്ഥയാണ്. ഭയങ്കര ബുദ്ധിമുട്ട്. പൈസ വേണം, കടം തീർക്കണം, പേരൻസിന് എന്തെങ്കിലും കൊടുക്കണം, ഇവിടുത്തെ ജോലി ചെയ്യണം, പോരാഞ്ഞിട്ട് പഠിക്കണം. എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആലോചിച്ച് നമ്മളുടെ മെൻ്റൽ സ്ട്രെസ്സൊക്കെ അങ്ങ് ഹൈ ലെവലിലാകും. ഇതാ അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. രസമില്ല പട്ടിയെ കാണാൻ. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് കയറട്ടെ. ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളൂ ടൈം. സിഗ്നലിന് വേണം. ഇനി അടുത്ത ബ്രേക്കിന് കാണാം. ഇവിടെ നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്യുമ്പം അവിടെ സിഗ്നലിൻ്റെ അവിടെ റെഡ് വന്നിട്ട് നമ്മൾ ഗ്രീൻ വന്നിട്ട് നമ്മൾ കാലിൻ്റെ അടിയിൽ വരയില്ലെങ്കിൽ നമുക്കിവിടുത്തെ ഏകദേശം ഒരു 50 ഫൈൻ കിട്ടും. അപ്പം നമ്മളത് നോക്കി വേണം ക്രോസ് ചെയ്യാനൊക്കെ. നല്ല കാറ്റുണ്ട്, നല്ല കാറ്റ്. അപ്പോൾ ഓക്കെ, ബൈ. ഇനി എൻ്റെ അടുത്ത കഥയുമായിട്ട് ഞാൻ അടുത്ത ഷോർട്സിൽ വരാം.